ഇതാണ് നമ്മുടെ അപ്പോളോ ആൽഫ H1 ടയർ ചേഞ്ചിങ് വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ടയർ ചേഞ്ചിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈറ്റില പൊന്നുരുന്നിയിലുള്ള റോഡ് മോങ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളോ ആൽഫ H1 എന്ന് പറയുന്ന ടയറാണ്. നമുക്കിപ്പോൾ കുറേ അധികം ടയേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല, പ്രത്യേകിച്ചും നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന ടയേഴ്സൊക്കെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ടൂറിങ് ടയറായിട്ട് എനിക്ക് അപ്പോളോ ആൽഫ ടയർ തോന്നി. അപ്പോൾ അതിന് ശേഷമാണ് കുറച്ച് ഞാൻ ഒന്ന് ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ടയർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടയർ ചേഞ്ചിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ടയർ അൺബോക്സിങ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും കൊണ്ടിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് നമുക്ക് ടയർ ചേഞ്ചിങ്ങിലേക്ക് പോകാം. പിന്നെ ടയർ മാത്രമല്ല, ഇവിടെ ഒരുപാട് ആക്സസറീസും അതുപോലെ തന്നെ റൈഡിങ് ഗിയേഴ്സും ഹെൽമെറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബൈക്ക് ബീം ഇവിടെ ഇരിപ്പുണ്ട്. ഓൾറെഡി നമുക്ക് ടയർ ചേഞ്ച് ചെയ്തിട്ട് നാളെ ഒരു റൈഡൊക്കെ പോയാലോ എന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ക്രിസ്മസ് ആണല്ലോ, ഒരു റൈഡ് പോയാലോ എന്ന് പ്ലാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ടയർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ടയർ ഓൾറെഡി പോയി, കുറേ കിലോമീറ്ററായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കാറ്റൊക്കെ അടിച്ച് കൊണ്ടിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയും ചേഞ്ച് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ടയർ ചേഞ്ചിങ് പ്രോസസ്സിലേക്ക് പോവാം. പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് ജസ്റ്റ് ഈ കടയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ പരിചയപ്പെടാം. അപ്പോൾ ഞാൻ ബ്രൈറ്റിനെ പരിചയപ്പെടുന്നത് നമ്മുടെ ഡോമിനാർ ക്ലബ്ബ് വെച്ചിട്ടാണ്. ആദ്യം പരിചയപ്പെടുന്നത് ഷോറൂമിൽ വെച്ചിട്ടാണ്. നമുക്ക് കറക്റ്റ് ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വഴി നമുക്ക് ബ്രൈറ്റിനോട് തന്നെ ചോദിക്കാം. ബ്രൈറ്റേ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇങ്ങോട്ടുള്ള കറക്റ്റ് വഴി ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമുക്ക് ഈ ഷോപ്പിലോട്ട് വരാൻ 2-3 വഴികളുണ്ട്. നമ്മൾ വൈറ്റില സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് വൈറ്റില തമ്മനം പോകുന്ന വഴി കയറി കഴിഞ്ഞാൽ പൊന്നുരുന്നി പാലം ഉണ്ടാവും. ആ പാലം കയറി ഇറങ്ങിയിട്ട് റൈറ്റ് യൂട്ടേൺ എടുത്ത് പാലത്തിൻ്റെ താഴെ വരിക. നമ്മുടെ ഷോപ്പ് തമ്മനം സൈഡിലാണ് വരുന്നത്, ഈ പൊന്നുരുന്നി പാലത്തിൻ്റെ. അതല്ല, തമ്മനത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ പാലം കയറണ്ട, പാലത്തിൻ്റെ താഴെയായിട്ട് വരും. അതല്ല, ഹൈവേ എന്ന് വരുന്നതാണെങ്കിൽ നമ്മുടെ ഗോൾഡ് സൂക്കിൻ്റെ സൈഡിൽ അതിനോട് ചേർന്ന് ഉള്ള സെന്റ് റീത്താസ് റോഡ് ഉണ്ട്. ആ സെന്റ് റീത്താസ് റോഡ് നേരെ കയറി വരുന്നത് നമ്മുടെ കടയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല, അതുകൊണ്ടാണ് ബ്രൈറ്റിനെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പം നമുക്കിനി ഇവിടുത്തെ ഹെൽമെറ്റുകളൊന്ന് കണ്ടുകളയാം. അതുപോലെ ഇവിടെ ഓയില്, അതുപോലെ റൈഡിങ് ഗിയേഴ്സ്, പിന്നെ ബൈക്കിൻ്റെ ആക്സസറീസ്. ഇപ്പോൾ ബാക്കിൽ കാണുന്നതൊക്കെ ബൈക്കിൻ്റെ ആക്സസറീസ് ആണ്. നമ്മുടെ വൈസർ, അതുപോലെ സാഡിൽ സ്റ്റേ, ക്രാഷ് ഗാർഡ്, അങ്ങനെ ഒരുപാട് ആക്സസറീസ് ഉണ്ട്. പല ബൈക്കുകളുടെ ആക്സസറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഹെൽമെറ്റിലേക്ക് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് മോട്ടോക്രോസ് ഹെൽമെറ്റ് THHൻ്റെയും അതുപോലെ തന്നെ LS2ൻ്റെയും ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ആക്സോറിൻ്റെ ഹെൽമെറ്റ്സ് കാണാം. അപ്പോൾ ആക്സോറിൻ്റെ തന്നെ
ഒരുമാതിരിപ്പെട്ട എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എക്സൈജ് എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഈ ഒരു കാർബൺ ഫൈബർ ഈ ഒരു മോഡലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ബെല്ലിൻ്റെ ഹെൽമെറ്റും അതുപോലെ തന്നെ HJCയുടെ ഹെൽമെറ്റും നമുക്ക് കാണാം. അതുപോലെ ഇവിടെ നമുക്ക് ഫുള്ള് SMKയുടെ ഹെൽമെറ്റ്സാണ്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ബിൽമോളയുടെ ഹെൽമെറ്റ്സ് ആണ്. ഇപ്പോൾ പുതിയ കുറച്ച് മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട് ബിൽമോളയുടെ, കണ്ടില്ലേ. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് THHൻ്റെ ഹാഫ് ഫേസ്ഡ് ഹെൽമെറ്റ് കാണാം. പിന്നെ ബാക്കിൽ നമുക്ക് സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മുടെ ആക്സോർ നമുക്ക് വീണ്ടും കാണാം. THH ഇവിടെ നമുക്ക് ഓയിൽ സെക്ഷൻ കാണാം. ഇവിടെ ലിക്യുമോളി ഉണ്ട്, അതുപോലെ തന്നെ ആംസോയിൽ, പിന്നെ മൊട്യൂള്, കാസ്ട്രോള്, അങ്ങനെ നമുക്ക് പല ഗ്രേഡിലുള്ള കുറേയധികം ബൈക്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ആക്സസറീസ്, ഹോണ്, അങ്ങനെ കുറച്ച് ആക്സസറീസും കീ ചെയിനും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്കിൻ്റെ ആക്സസറീസും അതുപോലെ സൈലൻസർ, പാഡോക്ക് സ്റ്റാൻഡ്, ഓക്സിലറി ലൈറ്റ്സ്, പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കിഡ്സിൻ്റെ ഹെൽമെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ജാക്കറ്റ്, നമുക്ക് ഇവിടെ താഴെ ജാക്കറ്റ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഗ്ലൗ ആണ് കാണാൻ സാധിക്കുന്നത്. 1000 രൂപ മുതൽ 5000 രൂപ വരെ വില വരുന്ന പല ടൈപ്പ് ഗ്ലൗസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഇയർ ലിവർ പ്രൊട്ടക്ടറാണ് ഈ കാണുന്നത്. റൈഡിംഗ് ബൂട്ടാണ്. അതുപോലെ തന്നെ ഇത് ആക്ഷൻ ക്യാമറയാണ്. അത് 2400 മുതൽ 12000 രൂപ വരെയുള്ള 3 ബ്രാൻഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇത് റൈഡിംഗ് ബൂട്ടാണ്, ലോങ് റേഞ്ചറിൻ്റെ. പിന്നെ ഇവിടെ നമുക്ക് ആക്ഷൻ ക്യാമറയുടെ ആക്സസറീസ് കാണാൻ സാധിക്കും. ഗോപ്രോയുടെ മൗണ്ട്, അതുപോലെ തന്നെ നമുക്ക് ചിൻ സ്ട്രാപ്പ് മൗണ്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്ക് ഏതൊരു റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു 5000 രൂപയിൽ താഴെയുള്ള ഹെൽമെറ്റ്സ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ ഏത് ഹെൽമെറ്റ് ആയിരിക്കും നല്ലത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ ഇവിടെ ഏതൊക്കെ റേഞ്ചിലുള്ള ഹെൽമെറ്റ്സ് ഉണ്ട്? നമ്മുടെ ഷോപ്പിൽ എല്ലാ തരക്കാർക്ക് പറ്റിയ ഹെൽമെറ്റ്സ് ഉണ്ട്. നമുക്കൊരു 1000 രൂപ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ടിൽ ഒരു 15,000 ആ റേഞ്ചിൽ വരെയുള്ള ഒരു 10ഓളം ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ അവർക്ക് അധികം പ്രൈസ് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഹെൽമെറ്റ്സിനകത്ത്. അതൊരു 1000 റുപ്പീസ് തുടങ്ങിയുള്ള സ്റ്റഡ്സ് വേഗ ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുതന്നെ സ്റ്റഡ്സിൻ്റെ യൂത്ത് കൂടുതലും പ്രിഫർ ചെയ്യുന്ന തണ്ടർ, ഷിഫ്റ്റർ, അതുപോലുള്ള ഹെൽമെറ്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ THH ഹെൽമെറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ കുട്ടികളുടെ ഹെൽമെറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? മാർഷൽ, നമ്മുടെ സ്റ്റഡ്സിൻ്റെ തന്നെ മാർഷൽ എന്നുള്ള ഒരു റേഞ്ചിൽ ലേഡീസിനും മീൻസ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പറ്റുന്ന ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. കുട്ടികളുടെ. പിന്നെ ടയർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് റീസണബിൾ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏത് ടയറൊക്കെ ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ടയർ ഇൻഡസ്ട്രി ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്ത്യയിൽ പുറത്തുനിന്നുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ ഇമ്പോർട്ട് ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് ചെയ്തേക്കുന്നതാണ്. ലാസ്റ്റ് മാർച്ച് ശേഷം പുതിയ കൺസൈൻമെന്റ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിൻസൺ എന്നുള്ള ബ്രാൻഡാണ്. ഞങ്ങൾ ടിൻസന്റെ ഓതറൈസ്ഡ് ഡീലറാണ്. ടിൻസൺ കൂടാണ്ട് ഞങ്ങൾ പിറലി ചെയ്യുന്നുണ്ട്, മെറ്റ്സ്ലർ ചെയ്യുന്നുണ്ട്, മിഷലിൻ ചെയ്യുന്നുണ്ട്. ഈ 4 ദെൻ ടിൻസൺ, അങ്ങനെ 4 ഇന്റർനാഷണൽ ബ്രാൻഡ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നത് MRF, സിയറ്റ്, റാൽക്കോ, അപ്പോളോ, TVS ആ ടയേഴ്സാണ് നമ്മൾ ഡൊമസ്റ്റിക് ബ്രാൻഡ്സ് ചെയ്യുന്നത്. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് 150cc അബോവ് ഉള്ള ബൈക്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഒരു ലൈക്ക് FC, NS200 അതേപോലുള്ള ബൈക്സ് തുടങ്ങി നമുക്കൊരു സൂപ്പർ ബൈക്സ് വരെയുള്ള ടയേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ ബുള്ളറ്റിൻ്റെ വളരെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു 5 ബ്രാൻഡിൻ്റെ ടയേഴ്സ്, ഒരേ സൈസിലുള്ള ഡിഫറെൻറ്റ് കമ്പനിയുടെ ഡിഫറെൻറ്റ് പാറ്റേൺ സൈസ് ടയേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സ്കൂട്ടർ ടയേഴ്സ് അവൈലബിൾ ആണ്. അപ്രിലിയ സ്കൂട്ടറിന് പറ്റിയ എല്ലാ ബ്രാൻഡ്സ് ടയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. MRF, സിയറ്റ്, റാൽക്കോ, അതേപോലെ തന്നെ ടിൻസൺ, പിറലി, ഈ 5 ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് അപ്രിലിയ സ്കൂട്ടറിനുള്ളത്. ഈവൻ സാധാരണ ഞങ്ങൾ കൂടുതലും 150cc ബൈക്സിൻ്റെ മുകളിലാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലും പോകുന്ന ബ്രാൻഡ് അപ്പോളോ ആൽഫ H1 ആണ്. അതുപോലെ തന്നെ മിഷലിൻ്റെ ടയറും പോകുന്നുണ്ട്, പൈലറ്റ് സ്ട്രീറ്റ്. അതുപോലെ തന്നെ MRFൻ്റെയും സിയറ്റിൻ്റെയും റേഡിയലും നോൺ റേഡിയൽ ടയേഴ്സും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ടയറിനെ പറ്റി പറയാം. അപ്പോളോ ആൽഫ H1. അപ്പോൾ അത് റേഡിയൽ ടയറാണ്, ടൂറിംഗ് ടയറാണ്.
അപ്പോൾ അതിനെപ്പറ്റി അത്യാവശ്യം ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്ക് കിട്ടാവുന്നതിൽ ഒരു ബെസ്റ്റ് പ്രൈസിനാണ് ബ്രൈറ്റ് എനിക്ക് തന്നത്. അപ്പോൾ ഇനി ആ ടയറിനെ പറ്റി ഇവർക്കറിയാൻ പാകത്തിന് എന്തെങ്കിലും ഒരു സ്പെക്ക് പറയാനുണ്ടോ? ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ അവർക്ക് കൊടുക്കും. പക്ഷേ എന്നിരുന്നാലും ഒരു ഇതിനെപ്പറ്റി കുറച്ചുകൂടെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ലഭിക്കുന്ന ടയേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ W-rated ടയേഴ്സ് ഇത്രയും വില കുറഞ്ഞ് കിട്ടുന്നത് അപ്പോളോയിൽ മാത്രമാണ്. ബാക്കി നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെയും W-rated ടയർ നോക്കുമ്പോൾ നല്ലൊരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോളോ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ടും പ്രൊഡക്ഷൻ ഇവിടെ ആയതുകൊണ്ടും മാത്രമാണ് ഈവൻ W-rated ടയറായിട്ട് ഇതിൻ്റെ റേറ്റ് കുറവാണ്. ബാക്കി നിങ്ങൾ ഏത് കമ്പനിയുടെയും W-rated ടയർ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ 3000 to 4000 റുപ്പീസ് ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈച്ച് ടയറിൽ. W-rated ടയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയാം, നമ്മുടെ ടയറിന് പല റേറ്റിംഗ് ഉണ്ട്. W-rated മീൻസ് W-rated ടയർസിനെ നമുക്ക് 270 km/h വരെ പോകാൻ കഴിയും എന്നുള്ള അത്രയും ക്വാളിറ്റി ഉള്ള ടയറാണ് W-rated ടയേഴ്സ്. അപ്പോൾ ആൽഫ H1 കമ്മിങ് വിത്ത് W-rated ടയർ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ കോർണറിങ് എഫിഷ്യൻസി ഉള്ള ടയറാണ്, നല്ല ഒരു ടൂറിങ് റേഡിയലും കൂടിയാണ്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ പ്രൈസിന് കൊടുക്കുന്ന പ്രൈസിന് ശരിക്കും വാല്യൂ ഫോർ മണി പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടിയെന്ന് തോന്നുന്നല്ലേ? ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു 5% റേറ്റ് ഇപ്പോൾ കമ്പനി കൂട്ടിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ടയേഴ്സ് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി ടയേഴ്സ് തന്നെയാണ്. എത്ര ഇതിൻ്റെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 10,000 റുപ്പീസാണ് വരുന്നത്. ബാക്ക് ടയറും ഫ്രണ്ട് ടയറും. ബാക്ക് ടയർ എന്ന് പറയുന്നത് 150, 60, 70. ഫ്രണ്ട് ടയർ വരുന്നത് 110, 70, 70. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പോളോ ആൽഫ H1 ടയർ ചേഞ്ചിങ് വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും. അപ്പോൾ ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ ടയർ ഏത് വേണമെന്ന് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ ഈ അപ്പോളോ ആൽഫ ടയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മളൊരു ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. എന്തായാലും ഒരുപാട് പേരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ടയർ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഷോപ്പും നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്. ഇസ് GearUpVichu സൈനിങ് ഓഫ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ബൈ.